ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു റിസപ്ഷന് പോവുകയാണ് ഞങ്ങൾ. ആരുടെയാണെന്ന് ചോദിച്ചാൽ ചേട്ടായിയുടെ അപ്പച്ചിയുടെ കൊച്ചുമോടെ റിസപ്ഷൻ. നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്ന് വൈകിട്ട് റിസപ്ഷൻ. അതാ ഞാൻ ഈ ഒരു ചുരിദാറാണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. വൈകിട്ട് ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ശ്രീദേവി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഉണ്ട് ചേട്ടായിയുടെ അമ്മയും ചേട്ടന്മാരും എല്ലാവരും അവിടെയാണ് ഒത്തുകൂടിയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടിയാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന ഹാളിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ കുറേ നാളായി കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് കമ്മലും ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങിയിട്ട് കുറേ നാളായി. അല്ലെങ്കിൽ എവിടെ പോവാനാണ്, ഇപ്പം കാത്തിരുന്ന് ഒരു ഫങ്ഷൻ വന്നതാണ്. അപ്പം ഞങ്ങൾ റെഡിയായിട്ട് നേരെ ശ്രീദേവി ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പം അമ്മയും ആരും റെഡിയായിട്ടില്ലായിരുന്നു കേട്ടോ. ചേച്ചിയാണെങ്കിൽ മുഖത്ത് മഞ്ഞളൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ നേരത്തെ റെഡിയായിട്ട് വെപ്രാളം പിടിച്ചാണ് ചെന്നത്. അപ്പം ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് എല്ലാവരും റെഡിയാവുന്നത്. അപ്പോഴത്തേനും ബിനിച്ചേട്ടനും അനിച്ചേട്ടനും എല്ലാവരും ഞങ്ങൾ ചെന്നതിന് ശേഷം എല്ലാവരും വന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നേ. തേജുവും നീലും സെയിം ഡ്രസ്സാണ് കേട്ടോ, ഒരേപോലെ സയാമീസ് ഇരട്ടകൾ. അല്ല, അങ്ങനെ വേണ്ട, ഇരട്ടകൾ. സയാമീസ് ഇരട്ടകൾ എന്ന് പറയുമ്പം സാധാ ഇരട്ടകളല്ലല്ലോ അല്ലേ? അല്ല. അപ്പോൾ രണ്ടുപേരും ഇരട്ടകളെ പോലെ ഒരുങ്ങി നിൽപ്പുണ്ട്, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ധരിച്ച്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ലാസ്റ്റ് ഇതാ റെഡിയായി പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വ്ളോഗേഴ്സും കൂടെ അവിടെ വ്ളോഗ് എടുത്ത് തകർക്കുകയാണ്. ഇതാണ് എൻ്റെ ചേട്ടത്തി. വിജിത ചേച്ചി ഇപ്പം മുഖം കാണിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊത്തി വെച്ചേക്കോട്ടെ, എന്നാലും ഞാൻ എടുക്കും. പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് എനിക്കെന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബബബ അടിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഞാൻ വലവലാന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. സന്തോഷം കൊണ്ടാണ്, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അമ്മ ദാ മുകളിലൊക്കെ കയറി നിൽപ്പുണ്ട് കേട്ടോ. വണ്ടി കയറാനല്ല, അത് വേറെ ഒന്നിനും അല്ല കേട്ടോ. വണ്ടി കയറണമെങ്കിൽ അമ്മയ്ക്ക് സ്റ്റെപ്പ് ഉള്ളിടത്ത് നിന്നിട്ട് എന്നാലല്ലേ ഇത്തിരി പൊക്കത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് എളുപ്പം ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ തേജുവും ഫാമിലിയും ഒരു വണ്ടിയിൽ, നീലുവും വലിയച്ഛനും എല്ലാവരും അമ്മയും ഒരു വണ്ടിയിൽ. ഞങ്ങളങ്ങനെ ഹാളിലെത്തി. ഈ പച്ച സാരി ഉടുത്തതാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അമ്മ. അപ്പോൾ ചേച്ചിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാന്ന്. ഇത് എൻ്റെ ഒരു ചേട്ടത്തിയാണ് കേട്ടോ. കുറേ ചേട്ടത്തിമാരുണ്ട്, അപ്പോൾ അതിലൊരു ചേട്ടത്തിയാണ് ഇത്. അപ്പം ചേച്ചിയും പറയുമായിരുന്നു മതി വീഡിയോ എടുത്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ്, പൊക്കോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണിനെ ഞാൻ കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പം. അപ്പോൾ ഇതാണ് ശ്രീദേവി ചേച്ചി. ഇപ്പം എല്ലാവരും വ്യക്തമായിട്ട് കണ്ടല്ലോ. അനിച്ചേട്ടൻ, കിരൺ ചേട്ടൻ, എല്ലാവരും ഉണ്ട്. ഷീബ ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, കല്യാണ പെണ്ണിൻ്റെ അമ്മ, ബിനിച്ചേട്ടൻ, എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നതിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് കല്യാണ പെണ്ണിൻ്റെ അടുത്തൊക്കെ പോയി കാര്യമൊക്കെ പറയണം എന്നൊക്കെയുണ്ട്. പക്ഷേ സ്റ്റേജിലായതുകൊണ്ട് എല്ലാവർക്കും ഒരു ചമ്മലുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കയറി അങ്ങ് ചെന്നു സംസാരിക്കാനായിട്ട്. വീഡിയോ എടുക്കണമല്ലോ. ഇപ്പോൾ ശ്രീദേവി ചേച്ചിയും പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 വ്ളോഗേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര വീഡിയോ എടുക്കൽ ടാസ്ക് ആയിരുന്നു. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തങ്ങ് മരിക്കുകയായിരുന്നങ്ങ്. പിന്നെ എൻ്റെ ചേച്ചിക്ക്, വിജിത ചേച്ചിക്കും ചാനലുണ്ട്. അത് ക്രാഫ്റ്റ് ചാനൽസാണ് കേട്ടോ. പിന്നെ ചേച്ചി പറഞ്ഞു ട്രാവൽ ചെയ്യുന്ന വ്ളോഗും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പം കൂടുതലും ചേച്ചി ക്രാഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ കുടുംബം മൊത്തം ഒരു യൂട്യൂബ് ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പം കല്യാണ പെണ്ണിൻ ഇതാണ്. എല്ലാവരും കണ്ടല്ലോ. ഇനി ആരും കല്യാണ പെണ്ണിനെ കണ്ടില്ല എന്ന് പറയരുത്. എനിക്ക് അവളുടെ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു എന്താ പറയുക, ഇതിൻ്റെ ഡ്രസ്സിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ മേക്കപ്പ് ആണെങ്കിലും ഒരുക്കിയിരിക്കുന്നതൊക്കെ എനിക്ക് അതിനെക്കാട്ടി ഭയങ്കരമായിട്ട് അവൾക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. ചില ഫങ്ഷൻസിനൊക്കെ ചെല്ലുമ്പോൾ എനിക്കാണെങ്കിൽ കല്യാണ പെണ്ണിനെ
ഒരുക്കിയിരിക്കുന്നത് കാണുമ്പം അല്ലെങ്കിൽ ഡ്രസ്സ് കാണുമ്പം ഞാൻ പറയും ഒരു ഇതില്ല, ഒരു ഭംഗി തോന്നുന്നില്ല, ചേരുന്നില്ല ഒരു മേക്കപ്പ് ആയാലും ഹെയർ സ്റ്റൈലായാലും. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളെ ഒരുക്കിയേക്കുന്നത് ഹെയർ സ്റ്റൈലൊക്കെ അവൾക്ക് ചേരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്മയും ബിനിച്ചേട്ടനും ഷീബ ചേച്ചിയും കൂടെ എന്താ പറയുക ഫോട്ടോ എടുക്കാനായിട്ട് പോയതാണേ. ഇനി നമ്മളുടെ മെയിൻ സംഭവമായിട്ടുള്ള ഫുഡ് അടിക്കൽ സംഭവമാണ് ഈ കാണുന്നത്. ഫുഡ് പിന്നെ ഇടിയപ്പം ഉണ്ടായിരുന്നു, ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇത്രയായിരുന്നു. പിന്നെ ചിക്കൻ കറി, വെജിറ്റബിൾ കറി വേണ്ടുന്നവർക്ക് വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ ശ്രീദേവി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. എൻ്റെ പുത്രൻ അവിടെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് തേജു ഇടയ്ക്ക് വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോൻ വന്ന് കഴിക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരല്ലല്ലോ 3 പേരും കൂടെ ഞങ്ങളുടെ വിശപ്പടക്കാനായിട്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് ചായ ഉണ്ടായിരുന്നു പുറത്ത്. ഈ ചേച്ചിയായിരുന്നു ചായ ഒഴിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ആ ചേച്ചി ചോദിക്കുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണോ യൂട്യൂബിലാണോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമും ഉണ്ട് ചേച്ചി, യൂട്യൂബും ഉണ്ട്, രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ മൊബൈൽ തന്നിട്ട് ഞങ്ങളെയും കൊണ്ട് ചാനൽസ് സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചു. ആ ചേച്ചിയുടെ ഫോണിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യും, പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയും ചെയ്തു. രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ ഫോൺ വാങ്ങി. അപ്പോൾ ഇവന്മാരിവിടെ നിന്ന് അപ്പം ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഇവന്മാർ പറയുമായിരുന്നു ചേച്ചിയോട് ചേച്ചിയുടെ വീഡിയോ മാത്രം എടുത്തു, ഞങ്ങളുടെ വീഡിയോ എടുത്തില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ അവരെ വിഷമിപ്പിക്കേണ്ട, അവരുടെയും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ കാരണം മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെയും പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പയ്യനുണ്ടല്ലോ, ഈ വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അവൻ ഭയങ്കര കമ്പനിയായിരുന്നു. അവന് നേരത്തെ ഒരു ചാനലുണ്ടായിരുന്നു അത്ര, പക്ഷേ ഇപ്പം ഇല്ല. അപ്പോൾ ചാനലിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഏത് രീതിയിൽ എങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇടണം, എങ്ങനെയൊക്കെ ക്യാപ്ഷൻ കൊടുക്കണം, തമ്പനെയിൽ കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് എൻ്റെ ചേട്ടത്തിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താട്ടോ. അത് ആദ്യത്തേതാണ്. ചായ കുടിച്ചിട്ട് നേരെ, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ ആദ്യം പോയി. പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കഴിച്ചു. പിന്നെ ഇത് ശ്രീദേവി ചേച്ചി, മേഘ, ലേഖ ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തി. വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമ്മളിങ്ങനെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഒന്ന് കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തി. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചേച്ചി ഇങ്ങനെ ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കും കേട്ടോ, ഞാൻ നോക്കൂല അങ്ങോട്ട്. അപ്പോൾ ഇവിടെ രണ്ടാമതും പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പം നമ്മുടെ ചേച്ചിയുടെ കുറച്ച് ഡാൻസ് കാണാം. എൻ്റെ ബാഗാട്ടോ ചേച്ചി തോളയിലിട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫങ്ഷനെല്ലാം പോയി അടിച്ചൊക്കെ പൊളിച്ചു. ഐസ്ക്രീം തീറ്റി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ആ പരിസരത്തോട്ട് പോയില്ല. ഞാൻ വീഡിയോസ് എടുക്കാൻ മാത്രമേ ഞാൻ ആ പരിസരത്തോട്ട് അങ്ങോട്ട് പോയിട്ടുള്ളായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, പണ്ട് മുതലേ ഐസ്ക്രീമിനോട് വലിയ പ്രിയമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ചോക്ലേറ്റിൻ്റെ മാംഗോയുടെ ഐസ്ക്രീമും ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമും കുറച്ചൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടം. പിന്നെ ഇത് അനുചേട്ടൻ്റെ മോനാണ് ആനന്ദു, അവനെ നിർത്തിയൊരു വീഡിയോ എടുത്തു. പിന്നെ നമ്മളുടെ ഫാമിലി, ഇനിയല്ല നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ.